സോ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന i8 Pro Max എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത i7 Pro Maxൻ്റെ ഒരു പുതിയ മോഡലാണ് i8 Pro Max എന്ന് പറഞ്ഞാൽ. അതിനും കാട്ടിയും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും ഒരുപാട് വാച്ച് ഫേസും ഒക്കെ തന്നെ വരുന്ന ഒരു മോഡലൂടെയാണ്. i7 Pro Max അത്യാവശ്യം ഒരുപാട് പേര് വാങ്ങിച്ച് നല്ല റിവ്യൂസ് പറഞ്ഞൊരു മോഡലായിരുന്നു. സോ i8 Pro Max അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും പ്രൈസും എങ്ങനെ പർച്ചേസ് ചെയ്യാം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പം നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് i8 Pro Maxൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ. മുകളിലായിട്ട് തന്നെ i8 Pro Max എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലും അതുപോലെ തന്നെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് രണ്ട് വാച്ചിൻ്റെ ഫോട്ടോസും താഴത്തായിട്ട് ബ്ലാക്ക് കളറെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് സ്മാർട്ട് വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. താഴത്തായിട്ട് മെയ്ഡ് ഇൻ ചൈന എന്നും ബോക്സ് കണ്ടൻ്റായിട്ട് വരുന്നത് സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ ചാർജിങ് കേബിൾ, പിന്നെ ബുക്ക്ലെറ്റ് മാനുവലും കൊടുത്തിട്ടുണ്ട്. സോ വേറെ ഒന്നും തന്നെ പുറകിൽ വരുന്നില്ല. സോ എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ i7 Pro Maxൽ വന്ന അതേ ഒരു ടിപ്പിക്കൽ ടൈപ്പ് തന്നെയാണ് ബോക്സ് ടൈപ്പായിട്ട് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റായിട്ട് വരുന്നത് ഒരു ബുക്ക്ലെറ്റാണ്, മാനുവലാണ്. ചൈനീസും ഇംഗ്ലീഷും ആയിരുന്നു. ഇത് അത്യാവശ്യം വലിയ ലെങ്ത്തുള്ള പേപ്പറാട്ടോ, മറ്റേ സ്പ്രിങ് ഒക്കെ പോലെയുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, മാറ്റി വയ്ക്കാം. പിന്നീട് വരുന്നത് ചാർജിങ് കേബിളാണ്. ഇതൊരു ക്ലിപ്പ് ടൈപ്പുള്ള ചാർജിങ് കേബിളാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ടൈപ്പല്ല, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ലെങ്ത്ത് കൂടിയ വയറാണ് വരുന്നത്, മറ്റേത് ചെറുതായിരുന്നു. ഇത് നല്ല ക്വാളിറ്റിയുള്ളൊരു പ്ലാസ്റ്റിക് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. നമുക്ക് നല്ല സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് വരുന്ന സ്ട്രാപ്പാണ്, ഇത് സിലിക്കോൺ ടൈപ്പ് സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ട്രാപ്പാണെന്ന് പറയാം. എന്നാലും വലിയ നല്ല സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം കഴിഞ്ഞതിനും കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രാപ്പായിട്ടാണ് ഇപ്രാവശ്യം i8 Pro Maxൽ കൊടുത്തിട്ടുള്ളത്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. സോ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മുടെ മെയിനായിട്ടുള്ള വാച്ചാണ് വരുന്നത്. സോ ഈ പ്ലാസ്റ്റിക് ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. സോ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ റാപ്പ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് കളയാം. ഫ്രണ്ടിലും അതുപോലെ തന്നെ വരുന്നുണ്ട്, അതൊന്ന് റാപ്പ് ചെയ്ത് കളയാം. ഇതാണ് നമ്മുടെ i8 Pro Maxൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം വാച്ചിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രൗണും അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും കാണാം. പിന്നീട് താഴത്തായിട്ട് മൈക്ക്, പിന്നെ ഒരു പവർ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലാണ് കൊടുത്തത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രയും കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് കണക്ട് ചെയ്യാനുള്ള പോർഷൻ, അതുപോലെ തന്നെ സെൻസേഴ്സും സെൻട്രലായിട്ട് വരുന്നുണ്ട്. സോ ഇനി എങ്ങനെയാണ് ആ ഒരു ചാർജിങ് ക്ലിപ്പ് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് അത് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അതിൻ്റെ പൊസിഷൻ നോക്കുക. ആ ഒരു മാഗ്നറ്റിക് രണ്ടും സെയിം സ്ഥലത്ത് തന്നെയാണുള്ളത് നോക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സോ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതിനുശേഷം ആ ക്ലിപ്പ് ഒന്ന് പുറത്തെടുക്കാം. സോ ഇഷ്യൂസില്ല, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് വരുന്നതുകൊണ്ട് തന്നെ ഇഷ്യൂസൊന്നും തന്നെ ഇല്ല. ഇനി എങ്ങനെയാണ് നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഹോളിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ എല്ലാ വാച്ചും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ചെറിയൊരു ടൈറ്റ് ചില ഭാഗത്തുണ്ടാവും, എന്നാലും സിമ്പിളായിട്ട് നമുക്കിതുപോലെ സ്ട്രാപ്പ് നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ ഒരു വാച്ചിൽ നിന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ ഉപയോഗിച്ച് ഓണാവും. യെസ്, ഹലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓണാവുമ്പോൾ ഐഫോണിലേക്കാണ് സെയിം സെറ്റപ്പ് തന്നെയാണ്. ദ ബാറ്ററി ഈസ് വെരി ലോ, പ്ലീസ് ചാർജ്. വാച്ചിൽ ചാർജ് ഇല്ല, ഞാൻ ചാർജ് ചെയ്തിട്ട് വരാം. സോ ഓക്കെ, ബൈ. സോ അങ്ങനെ വാച്ച് ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതിന് എത്രത്തോളം വാച്ച് ഫേസ് ആണ് ഉള്ളതെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ മെയിൻ വാച്ച് ഫേസ് ആയിട്ട് വരുന്നത്. പിന്നീട് ഇത് ഒന്നാമത്തെ വാച്ച് ഫേസ്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, കഴിയുന്നില്ല 22, 23 23 വാച്ച് ഫേസ് ആണ് ടോട്ടലായിട്ട് ഇൻബിൽഡ് തന്നെ വരുന്നത്. നമുക്കിത് കൂടാതെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതലും ഫീച്ചേഴ്സ് ഉള്ളൊരു വാച്ച് ഇത് തന്നെയാണ്. കാരണം 23 വാച്ച് ഫേസ് വരുന്നുണ്ട്. പിന്നീട് വന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ വരുന്നത്.
പിന്നീട് താഴേന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ വേറെ എന്തൊരു ഓപ്ഷൻ, പിന്നീട് സ്റ്റെപ്സ്, പിന്നീട് മെയിൻ മെനു സ്റ്റൈൽസാണ് വരുന്നത്. 5 മെയിൻ മെനു സ്റ്റൈലാണ് വരുന്നത്. 1 2 3 4 5 നമുക്ക് പിന്നീട് നോക്കാം. പിന്നീട് നമുക്ക് ആദ്യം പിന്നീട് വരുന്നത് നമുക്ക് ബ്രൈറ്റ്നെസ് ആണ്. മറ്റേ വാച്ചിൽ ബ്രൈറ്റ്നെസ്സിൻ്റെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ബ്രൈറ്റായ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് എബൌട്ട് സെക്ഷനും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് താഴെ സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നീട് ലെഫ്റ്റ് സൈഡ് സ്വൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, പിന്നീട് വെതർ, ടൈം, ബാക്കി ഓവറോൾ കാര്യങ്ങളും സൈഡ് ബാറിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊന്നും ഈ ഒരു ബഡ്ജറ്റിൽ വരാത്ത കാര്യങ്ങളാണ് ഈ വാച്ചിൽ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ മെനു. നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഈ ഒരു കഴിഞ്ഞ i7 Pro Maxലൊന്നും ഇത്രത്തോളം സ്മൂത്ത്നെസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല സ്മൂത്തായിട്ടുള്ളൊരു UI ആണിതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു മെയിൻ മെനു സ്റ്റൈൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. സോ ഇതൊരു ബേസിക്കായിട്ടുള്ളൊരു വാച്ച് ഫേസസ് ആണ്, മെയിൻ മെനു സ്റ്റൈലാണ്, മാറിപ്പോയതാണ്. പിന്നെ അടുത്തൊരു മെയിൻ മെനു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതും അതുപോലെ തന്നെ ഒരു ബേസിക് തന്നെയാണ്, വലിയ സ്റ്റൈൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അടുത്തൊരു മെയിൻ മെനു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ളതാണ്. അങ്ങനെ ഒരുപാട് മെയിൻ മെനു സ്റ്റൈൽസൊക്കെ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത ലാസ്റ്റത്തെ ഒരു മെയിൻ മെനു സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. സോ ഇത് അത്യാവശ്യം ഒരു വെറൈറ്റി, നല്ലൊരു സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും മെയിൻ മെനു സ്റ്റൈലാണ് കുറച്ചും കൂടി നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റൈൽസാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന് എത്രത്തോളം അപ്ലിക്കേഷൻസ് ഉള്ളത് നോക്കാം. നമുക്ക് കോൺടാക്റ്റ് ഓവറോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ അപ്ലിക്കേഷൻസും തന്നെ വരുന്നുണ്ട്. പിന്നീട് ഓവറോൾ ആവശ്യമുള്ള സെൻസേഴ്സ്, അതിൻ്റെ ഒരു കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ സെൻസർ ഉണ്ട് എന്നേ ഉള്ളൂ. അത്രത്തോളം കറക്റ്റോ ആക്യുറേസി ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ല, ജസ്റ്റ് സെൻസർ ഉണ്ട് എന്നേ ഉള്ളൂ. പിന്നീട് പവർ ഓൺ ഓഫ് ബട്ടൺ, ഓഫ് ചെയ്യേണ്ട റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ്, പിന്നീട് വെതർ, പിന്നീട് വാട്സപ്പ്, ഫേസ്ബുക്ക്, അതിൻ്റെയൊക്കെ ട്വിറ്റർ എന്നുപോലുള്ള അപ്ലിക്കേഷനൊക്കെ സെപ്പറേറ്റ് അപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാച്ച് സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് ഹൈഫ്രൈൻ എന്ന ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളൊക്കെ തന്നെ വാച്ചിൽ തന്നെ വരുന്നുണ്ട്. സോ എനിവേ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. സോ കണ്ടീഷനൊക്കെ അഗ്രി ചെയ്ത് കൊടുക്കാം, പെർമിഷൻസൊക്കെ കുറേ ഉണ്ടല്ലോ. ഇനി ഇവിടെ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗൂഗിൾ ID വെച്ച് സൈനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പറും വെച്ച് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഈ സൈനപ്പ് പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് വരാം. സോ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെർച്ച് ബാർ ഇപ്പോൾ സെർച്ച് ചെയ്യാം, ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഡിവൈസ് അവിടെ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിപ്പം ജസ്റ്റ് വേറെ ഓപ്ഷൻ വരും, അപ്പോൾ മാത്രമേ ടാപ്പ് ചെയ്യേണ്ടൂ. സോ ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്റ്റ് ആവുന്നുണ്ട്. സോ കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഫാസ്റ്റ് ആൻഡ് കണക്റ്റ് ആവുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. സോ വാച്ച് കണക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തീം വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോ അത്രത്തോളം നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്കറിയാം. അതിപ്പം വേറെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞു വാച്ചിൽ ഒരു ഓപ്ഷൻസും സെറ്റിങ്സിൽ വരുന്നില്ല, പക്ഷേ അതെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വരുന്നുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വാച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എല്ലാ സെറ്റിങ്സും നമുക്ക് നമുക്ക് ഇവിടുന്ന് സിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും, മൊബൈൽ ടൈമായിട്ട്. അതുപോലെ ഫാക്ടറി റീസെറ്റും, അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിലില്ലാത്ത വാച്ചിലൊന്നും ഇല്ല, അതെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. പിന്നെ ഡയലിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ മൈ ഡയലിൽ പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മൈ ഡയലാണ് വരുന്നത്. സോ പിന്നീട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരുപാട് ഡയൽസ് നമുക്ക് ഇവിടെ നമുക്ക് ഏത് ഇഷ്ടപ്പെട്ടാണോ നമുക്ക് അവിടുന്ന് മാറ്റി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് കസ്റ്റം ഡയൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കളേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടുന്ന് കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ i7 Pro Maxൽ വന്ന് iwatch Pro എന്ന ആപ്ലിക്കേഷനായിരുന്നു. അതൊരു ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇതിലാണെങ്കിൽ ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഹൈഫൈൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള വ്യത്യാസം ഈ ഒരു വാച്ചിന് i8 Pro Maxന് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഓവറോളായിട്ട് ഈ ഒരു വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബിൽഡാണ് വരുന്നത്. കഴിഞ്ഞ i7 Pro Maxും കാട്ടിയും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓരോ ഭാഗവും നമുക്ക് കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് തന്നെ
നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് i7 Pro Max എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ബിൽഡല്ല വന്നത്. പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ബിൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത്യാവശ്യം തിക്നെസ് കോൺട്ടുണ്ട് i7 Pro Maxനെക്കാട്ടി അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ഇതിന് കൊണ്ടുവരുന്നുണ്ട്. അത് കുറച്ചും കൂടി ബൾക്കി ആയിട്ടുള്ളൊരു വാച്ചായിരുന്നു. സോ ഓവറോൾ കാണുന്ന രീതിയിൽ അത്ര വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, എന്നാലും അത്യാവശ്യം ഒന്ന് സ്ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 20+ വാച്ച് ഫേസ് ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് കസ്റ്റമായിട്ടുള്ള വാച്ച് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ് ഉണ്ട് സോഫ്റ്റ്വെയർ. സോ ആപ്ലിക്കേഷൻ മാറിയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് ഫീച്ചേഴ്സ് ആപ്ലിക്കേഷൻ തന്നെ വരുന്നുണ്ട്. കഴിഞ്ഞ iWatch Pro ആയിരുന്നു, അതിനെയും കാട്ടിയും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. സോ ഓവറോൾ കൊടുക്കുന്ന പ്രൈസിന് വേർത്തായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തു, ജസ്റ്റ് അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുന്നത് മാത്രം മതി. കേരളത്തിലേക്കൊക്കെ 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ i7 Pro Maxൻ്റെ വീഡിയോ ചെയ്ത നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല രീതിയിലുള്ള വ്യൂസും ഒരുപാട് പേർ ആ ഒരു വാച്ച് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിവ്യൂസ് ആയിരുന്നു അതിനൊക്കെ പറഞ്ഞത്. സോ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്ന രീതിയിൽ i8 Pro Maxും അത്യാവശ്യം അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു വാച്ചാണ്. സെയിം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. സോ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലിങ്ക് കയറി അങ്ങ് പർച്ചേസ് ചെയ്യാം. സോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.